الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും ഉള്ള സർവ്വ തൗഫീഖും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. സൂറ ആല ഇംറാൻ 3-ാം അധ്യായം അതിലെ 18-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. ഷഹിദല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതിന് അല്ലാഹു സാക്ഷ്യം നിന്നിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായികത്തു, മലക്കുകളും, വ ഉലുൽ ഇൽമി, അറിവുള്ളവരും, ഖായിമൻ ബിൽ ഖിസ്ത്, നീതി പാലിക്കുന്നതിന് നിലകൊള്ളുന്നവനായ നിലയിൽ, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും അഗാധജ്ഞനും യുക്തിമാനുമാകുന്നു എന്നാണ് ഈ ചെറിയ വചനത്തിന്റെ സാരം. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ളതിന് ആദ്യത്തെ സാക്ഷി അല്ലാഹുവാണ്. കാരണം അവനാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ആ സാക്ഷിത്വം വളരെ സുവ്യക്തമാണ്, അംഗീകരിക്കാതെ നിർവാഹമില്ല. പിന്നെ അതിന് സാക്ഷ്യം നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗം മലക്കുകളാണ്. മൂന്നാമത്തത് അറിവുള്ളവരാണ്.
ഇതാണ് ഈ വചനത്തിന്റെ സാരം. ഇതിൽ ആ ഉലുൽ ഇൽമ് എന്നുള്ളത് ഒരല്പം വിശദീകരിക്കാൻ നമുക്ക്. കാരണം അള്ളാഹുവും മലക്കുകളും കഴിഞ്ഞാൽ അവന്റെ ആരാധനയിലുള്ള ഏകത്വത്തിന് സാക്ഷി അറിവുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു കഴിഞ്ഞു, മലക്കുകൾ കഴിഞ്ഞു, മൂന്നാമത് അള്ളാഹു എടുത്തു പറയുന്നത് അറിവുള്ളവരെ സംബന്ധിച്ച. അപ്പൊ നമുക്ക് സാധാരണ പ്രയോഗത്തിലുള്ള വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വാക്കാണ് ഇൽമ്. ഇൽമുള്ളവനെ ആലിമ്, ഉലമാ എന്നൊക്കെയുള്ള പ്രയോഗം നമുക്ക് ഏറെ അറിയാവുന്നതാണ്. സാധാരണയായി ഒരു കാര്യത്തെക്കുറിച്ച് അറിവുള്ളവൻ, വിവരമുള്ളവനാണ് പണ്ഡിതൻ. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ സ്കോളർ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിചിതമായ പ്രയോഗങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽമിൽ ഏറ്റവും ആദ്യത്തെ ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറ മുഹമ്മദിലൂടെ അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. ഫഅലം, നീ അറിയണം. റസൂലിനോടാണ് നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശം നമ്മളോടൊക്കെയാണ്. എന്താണ് ആ ഇൽമ്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ് ഇൽമ്. തന്നെയുമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റവും ആദ്യം അവതരണീയമായ വചനം ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചതാണ് എന്ന് നമുക്കറിയാം. അതിൽ അറിവും സൃഷ്ടിപ്പും എല്ലാം കൂടി, റബ്ബും എല്ലാം കൂടി പരാമർശിക്കുന്ന വചനമാണ് എന്നുള്ളത് ആ വചനം ഓതി നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അറിവ്, ആ അറിവിൽ വായനയുണ്ട്, പേനയുണ്ട്, എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പിന്നെ പരാമർശിച്ചിട്ടുള്ളത്. പിന്നെ ഈ അറിവ് ആരാണ് നൽകുന്നത് എന്നതാണ് മൂന്നാമത്തെ. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ബഹ്റാൻ എന്ന് പറഞ്ഞാൽ അറിവിന്റെ സാഗരമാണ്. അറിവിന്റെ സാഗരമായ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിച്ച വചനം അറിവും സൃഷ്ടിപ്പും സൃഷ്ടാവും അതുപോലെ തന്നെ വായനയും ഒക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളത് ഒരു യാദൃച്ഛികമല്ല. മറിച്ച് അതിനൊക്കെ അതിൻ്റെതായ വിശദീകരണങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു അതിൻ്റെതായ ജന്മബോധം നൽകുന്നുണ്ട്. സഹജബോധമെന്നോ ജന്മബോധമെന്നോ, ഓരോന്നിനെ സൃഷ്ടിക്കുമ്പോഴും അതെന്ത് ചെയ്യണം എന്നുള്ള ഒരു ബോധം എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് ആ സൃഷ്ടി. അതാണ് ഓരോന്നും ഓരോന്നിൻ്റെതായ സഹജബോധവുമായി ജന്മബോധവുമായി മുന്നോട്ട് നീങ്ങുന്നത്. അക്കൂട്ടത്തിൽ മനുഷ്യന് ജന്മബോധത്തിനപ്പുറം അറിവുകൾ ആർജിക്കാനുള്ള ഒരു സവിശേഷത മനുഷ്യന് മാത്രം, ഒരു കഴിവ് മനുഷ്യന് മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. വേറെ ഒരു ജീവജാലത്തിനും കഴിയില്ല സ്വന്തം അറിവ് നേടി നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എത്താനും ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നൊന്ന് മാറാനും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യരല്ലാത്ത ഒരു സൃഷ്ടികൾക്കുമില്ല. മലക്കുകളെ തന്നെ എടുത്തു നോക്കിയാലും ഒരേ അവസ്ഥയിലെ മലക്കുകൾ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. അപ്പൊ ആ ഒരു വലിയ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിവ് ആർജിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ബാധ്യതയായി നിർദ്ദേശിക്കുകയും അറിവ് ആർജിക്കുന്നവനും ആർജിക്കാത്തവനും ഒരിക്കലും സമമാവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ. സൂറത്തു സുമറിലെ 9-ാമത്തെ വചനം, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ചോദിക്കുക, പറയുക പ്രവാചകരെ, ഹൽ യസ്തവി സമമാകുമോ, അല്ലദീന യഅലമൂന അറിവുള്ളവൻ, വല്ലദീന ലാ യഅലമൂന അറിവില്ലാത്തവരും സമമാകുമോ? ഇല്ല.
കൃത്യമായ ഒരു ചോദ്യം, ഉത്തരം നമ്മളൊക്കെ തന്നെയാണ് കണ്ടെത്തേണ്ടത്. എന്നിട്ട് പറയുന്നു, ഇന്നമായ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധി ഉള്ളവരാണ് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. തന്നെയുമല്ല, വിശ്വാസികൾക്കും വിജ്ഞാനം നൽകപ്പെട്ടവർക്കുമാണ് അള്ളാഹു പദവി ഉയർത്തി കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. 58-ാം അധ്യായമായ മുജാദിലയിലെ 11-ാമത്തെ വചനമാണ്. യർഫഉല്ലാഹു, അല്ലാഹു ഉയർത്തും, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും, വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർക്കും, ഇൽമ നൽകപ്പെട്ടവർക്കും അല്ലാഹു ഉയർത്തും, ദറജാത്തിൻ, പല പദവികൾ അല്ലാഹു ഉയർത്തും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഏത് തലത്തിലുള്ള അറിവ് നേടിയാലും അതിൽ അയാൾ ആലിമാണ്. അറബി ഭാഷയിൽ പറഞ്ഞാൽ അയാൾ അതിൽ ആലിമാണ്. ഇപ്പൊ നിയമത്തിലാണെങ്കിൽ അവനെ നിയമ പണ്ഡിതൻ എന്ന് നമ്മൾ സാധാരണ പറയും. ഭാഷയിലാണെങ്കിൽ ഭാഷാ പണ്ഡിതൻ എന്ന് പറയും. മതത്തിലാണെങ്കിൽ മതപണ്ഡിതൻ എന്ന് പറയും. ശാസ്ത്രത്തിലാണെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്ന് പറയും. അങ്ങനെ ഏതിലാണോ അയാൾക്ക് അവഗാഹമുള്ളത് അറിവിൽ, ആ രൂപത്തിലായിരിക്കും അയാളെ നമ്മൾ വിശേഷിപ്പിക്കുക. തന്നെയുമല്ല, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മതഭൗതിക വിജ്ഞാനങ്ങൾ നേടിയവർക്കാണ്. രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് പരാമർശിച്ചിട്ടുള്ളതെന്ന് കാണാം. ഒന്നൊന്നിനെ വേർതിരിച്ചു നിർത്താൻ പറ്റൂല. അപ്പം ഭൗതികമായ വിജ്ഞാനമുള്ളവൻ മതപരമായ വിജ്ഞാനവും കൂടി ആർജിക്കണം. മതപരമായ വിജ്ഞാനമുള്ളവൻ ഭൗതികമായ വിജ്ഞാനവും ആർജിക്കണം. രണ്ടും കൂടിയാണ് പോണത്. വിശുദ്ധ ഖുർആൻ ഒരു വചനം നമുക്ക് കാണാം. സൂറത്തുൽ ഫാത്തിർ 35-ാം അധ്യായം, അതിലെ 28-ാമത്തെ വചനത്തിൽ ഒരു പ്രയോഗം കാണാം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് പറയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുക അള്ളാഹുവിനെ പേടിക്കുന്നത് മതപരമായ അറിവുള്ളവർ മാത്രമായിരിക്കും, വേറെ ആർക്കും ആ പണി ഉണ്ടാവില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല. കാരണം ഉലമാ എന്ന വാക്ക് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി വേർതിരിച്ച് നിർത്തി അവർക്കൊരു പ്രത്യേക വേഷം, അവർക്കൊരു പ്രത്യേക രൂപം, അവർക്കൊരു പ്രത്യേക ഭാവം, അവർക്കൊരു പ്രത്യേക പരിഗണന, ഇങ്ങനെ അങ്ങോട്ടായിപ്പോയി. അതേസമയം ബാക്കി കാര്യങ്ങളിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരം അവജ്ഞയോ പുച്ഛമോ അല്ലെങ്കിൽ അവർക്കൊന്നും പടച്ചോനെ പേടി ഉണ്ടാവില്ല, ഇവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടും ഇവിടെയാണ് ഈ വചനം വേറിട്ട് നിൽക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വചനങ്ങൾ പരിശോധിച്ചാൽ ഇത് രണ്ടും കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വചനത്തിലൂടെ. അതിന്റെ തൊട്ടു മുമ്പ് അല്ലാഹു പറയുന്നത് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചാണ്. ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് അതിന്റെ തൊട്ടു മുമ്പ് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അതെന്താണ് ആ പറഞ്ഞത്? അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ഉപരിഭാഗത്ത് നിന്ന് ആകാശത്ത് നിന്നും വെള്ളം ചൊരിച്ചു, മഴ വർഷിപ്പിച്ചു എന്ന്. എന്നിട്ട് ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവിധ്യങ്ങളായ കായികനികളെ അല്ലാഹു ഉൽപ്പാദിപ്പിച്ചു തന്നു. വിവിധ തരത്തിലുള്ള വിവിധ വർണ്ണത്തിലുള്ള കായികനികൾ. നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലുള്ള കായികനികൾ മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതിയല്ലോ. അതിന്റെ വൈവിധ്യങ്ങൾ, അതിന്റെ വർണ്ണങ്ങളിലെ വൈവിധ്യങ്ങൾ, അതിന്റെ രുചിയിലെ വൈവിധ്യങ്ങൾ ഒക്കെ ഒരൊറ്റ വെള്ളത്തിൽ നിന്നാണ്. അതാണ് ഖുർആൻ. അത് നീ കാണുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു വമിനൽ ജിബാലി ജുദദും ബീളുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ്, പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ നിറഭേദങ്ങളുള്ള പാതകൾ, കറുത്തിരുണ്ടവയും ഉണ്ട്. അപ്പൊ അതിലുമുണ്ട് വൈവിധ്യങ്ങൾ. പർവ്വതങ്ങളിൽ പോലും വെള്ളയുണ്ട്, കറുത്തതുണ്ട്, ചുവന്നതുണ്ട്. അതിലൂടെ വഴികൾ ഏറ്റവും മനോഹരമാണ്.
വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികൾ എത്ര ആകർഷണീയമാണ് നമ്മൾ ആലോചിച്ചു നോക്കും. പിന്നെ പറഞ്ഞു അതുപോലെ തന്നെ മനുഷ്യരിലും മൃഗങ്ങളിലും നാൽക്കാലികളിലും ഒക്കെ ഈ വർണ്ണ വൈവിധ്യങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഈ വചനങ്ങൾ നാം മൊത്തം പരിശോധിച്ച് നോക്കിയാൽ പ്രകൃതിയിൽ ഒന്നടങ്കം കാണുന്ന വർണ്ണത്തിന്റെ വിന്യാസം, വർണ്ണത്തിന്റെ വ്യത്യാസം, വർണ്ണത്തിന്റെ വൈവിധ്യങ്ങൾ, അതിന്റെ വൈജാത്യങ്ങൾ, അതെല്ലാം കൂടി എടുത്തു നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ വർണ്ണ വൈവിധ്യങ്ങൾ വിസ്മയാവഹമായ ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അവന്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്. അപ്പൊ കേവലം മതപരമായ അറിവിൽ പരിമിതമല്ല എന്നുള്ളത് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസമുണ്ടല്ലോ, വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഇതൊക്കെ യാന്ത്രികമാകാൻ പാടില്ല, പരമ്പരാഗതമായതായി തീരാനും പാടില്ല. അപ്പൊ യാന്ത്രികമോ പരമ്പരാഗതമോ ആയ വിശ്വാസാചാരങ്ങളല്ല ഇസ്ലാം, മറിച്ച് പഠിച്ചറിഞ്ഞ് ചിന്തിച്ച് മനസ്സിലാക്കി സൃഷ്ടാവിനെയും ആ സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവങ്ങളെയും അതിലൂടെ അവന്റെ ഏകത്വത്തെയും അവൻ മാനവ സമൂഹത്തിന് സംഭാവനയായി ദാനമായി നൽകിയ ഇസ്ലാമിക സന്ദേശത്തെയും കൃത്യമായി തിരിച്ചറിയുകയും അതിലൂടെ ദൈവഭയത്തിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വചനങ്ങളുടെ ഒക്കെ ആകെപ്പൊരുൾ. പിന്നെ എന്തെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതെല്ലാം തരത്തിലുള്ള അറിവുകൾ നമ്മൾ ഭൗതികമായി നമ്മൾ ആർജിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിജ്ഞാനം അവന് കൂടിയേ തീരും. ജീവിത സന്ധാരണത്തിന്റെ വേളകളിൽ ഏതൊക്കെയോ പ്രവൃത്തികളിൽ കുടുങ്ങിക്കിടക്കുകയും വ്യാപൃതരാവുകയും ചെയ്യുന്നതിനിടയിൽ മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് മതം പഠിക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്ന വചനം വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 122-ാമത്തെ വചനമായി നമുക്ക് കാണാം. ഏത് അറിവും നേടിക്കോ, യുദ്ധത്തിനോ എന്ന് വേണ്ട ഏതെങ്കിലും രംഗങ്ങളിൽ വ്യാപൃതരായിരിക്കും, അതൊക്കെ അവിടെ പരാമർശിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ യുദ്ധം എന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ മേഖലകളിലായിരിക്കോ, പക്ഷേ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും തായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. നമ്മളോടൊക്കെ ഉള്ളൊരു ചോദ്യമായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. എന്താണ് ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു സംഘം, ഓരോ സംഘവും പുറപ്പെട്ടു പോകാത്തത്? ലിയതഫഖഹു ഫിദ്ദീൻ, മതത്തിലുള്ള ജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി. ഖുർആന്റെ പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് വിജ്ഞാനം നമ്മൾ നേടിയാലും ഒരു മുസ്ലിമിന് മതവിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. അതാണ് നമ്മളോടുള്ള ആഹ്വാനം. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അതിൽ നിന്ന് വിട്ടു നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. അതാണ് കുറച്ചൊക്കെ ഇന്ന് നമ്മളുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. ഇപ്പൊ മതത്തിൽ ആഴത്തിൽ വിജ്ഞാനം നേടുകയും വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, അവർ ഏതൊന്നിലാണോ വ്യാപൃതരായിരിക്കുന്നത് അതിൽ നിന്ന് അവർ മടങ്ങി വരുമ്പോൾ അവരുടെ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനും എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നാണ് ഖുർആന്റെ ചോദ്യം. ഇത് പണ്ഡിതന്മാരോട് മാത്രമുള്ള ചോദ്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന പണ്ഡിതന്മാർ, അത് പ്രത്യേകം ഓർത്തോളണം, അവരോട് മാത്രമുള്ള ചോദ്യമല്ല, എല്ലാരോടുമുള്ള ചോദ്യമാണ്. എന്തിനാണ് അതിൽ ലഅല്ലഹും യഹ്ദറൂൻ, നിങ്ങളുടെ ആ മുന്നറിയിപ്പും താക്കീതും ദഅവത്തും പ്രബോധനവും ഉത്ബോധനവും ഒക്കെ കേൾക്കുന്നതോടുകൂടി അവർ ജാഗ്രത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വഴിയൊരുക്കിയേക്കാമല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം, മതവിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റ് വിജ്ഞാനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് എന്ന് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. തന്നെയുമല്ല, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ
അവന് ദീനിൽ അള്ളാഹു ആഴത്തിലുള്ള ജ്ഞാനം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പൊ മറ്റേതോ ആയിക്കോട്ടെ, അതിൻ്റെ ഒപ്പം ഈ പറയുന്ന ഇതിനൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് അതിലൂടെ വന്നാൽ അവന് അള്ളാഹു നന്മ നൽകാൻ ഉദ്ദേശിക്കുകയും ആ നന്മ നൽകാൻ ഉദ്ദേശിച്ചാൽ ഇതിലും അവൻ ആഴത്തിലുള്ള പാണ്ഡിത്യം, അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഒരു ചെറിയ കാര്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലും ഏത് തലത്തിലുമുള്ള വിജ്ഞാനവും ഒപ്പം മതബോധവും മതവിജ്ഞാനവും, ഇതാണ് ഈ പറയുന്നതിന്റെ ആകത്തുക. ഇനി നാം ഖുർആനും ഹദീസും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ ചില പ്രയോഗങ്ങൾ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇൽമ് സാധാരണ പ്രയോഗിക്കുന്നതാണ്. മറ്റൊന്ന് ഹിക്മത്ത് സാധാരണ പറയാറുണ്ട്. വേറൊന്ന് മഅരിഫത്ത്, മറ്റൊരു വാക്ക് ഫിഖ്ഹ്. ഇതൊക്കെ അറിവുമായി ബന്ധപ്പെടുന്ന പര്യായ പദങ്ങളാണ്. ഇൽമെന്ന് പറയും, മഅരിഫ എന്ന് പറയും, ഫിഖ്ഹ് എന്ന് പറയും, ഹിക്മത്ത് എന്ന് പറയും. ഖുർആനിൽ തന്നെ കൃത്യമായി പറയുന്നു, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിജ്ഞാനം നൽകും. അങ്ങനെ വിജ്ഞാനം നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവന് ധാരാളം നന്മകൾ നൽകപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അസൂയ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനും അത് എടുത്തു പറയുന്നുണ്ട്. ഉണ്ടാകാൻ പാടില്ല. നാം ചെയ്യുന്ന അമലുകൾ മുഴുവൻ തിന്നു നശിപ്പിക്കുന്ന അഗ്നിയാണ് അസൂയ എന്ന് പ്രവാചകൻ കൃത്യമായി പറഞ്ഞെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ രണ്ട് വിഭാഗത്തോട് അസൂയയാകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒന്ന്, എമ്പാടും ധനമുണ്ടായിട്ട് ആ ധനം ഏറ്റവും ന്യായവും അത്യാവശ്യവും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യനോട് അസൂയയാകാം. എനിക്കതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വറജുലുൻ ആതാഹുല്ലാഹു ഹിക്മ, അള്ളാഹു ഹിക്മത്ത് നൽകിയ ഒരു മനുഷ്യൻ, അറിവ് നൽകിയ ഒരു മനുഷ്യൻ, എന്നിട്ട് ആ അറിവ് അനുസരിച്ച് അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഫഹുവ യഖ്ദീ ബിഹാ, അതുകൊണ്ട് അവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, തീർപ്പുകൾ കൽപ്പിക്കുന്നു. വയുഅല്ലിമുഹ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവനോടും ഒരാളുടെ പാണ്ഡിത്യം, ഒരാളുടെ അറിവ്, അയാൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള ഗ്രാഹ്യത, ഇതൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടായാൽ അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ എനിക്കതുപോലെ കിട്ടിയില്ലല്ലോ എന്ന് ആഗ്രഹിക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്ന കാര്യമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് വിവിധ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇൽമ് എന്ന വാക്ക് ഏതാണ്ട് 29-ലധികം തവണ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഫിഖ്ഹ് ഏതാണ്ട് 20ഓളം, ഫിഖ്ഹ്, യതഫഖഹൂൻ, യഫ്ഖഹൂൻ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഏതാണ്ട് 20-ലധികം പ്രാവശ്യമുണ്ട്. ഹിക്മത്ത് എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 17ഓളം പ്രാവശ്യവും പ്രയോഗിച്ചു. ഇതൊക്കെ അറിവുമായി ബന്ധപ്പെടുന്ന പര്യായ പദങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇതിൽ ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ എൽമിന് ഇങ്ങനെയുള്ള, അറിവിന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇന്ന് ആധുനിക ലോകത്ത് എൽമ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശാസ്ത്രം എന്നാണ്. അപ്പൊ ആലിമ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ എന്നായി മാറും. പുതിയ ഇന്നത്തെ ആധുനിക ലോകത്തെ പ്രയോഗം അതാ. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇൽമുൽ കീമിയ എന്ന് പറയും. ഇൽമുൽ കീമിയ എന്ന് പറഞ്ഞാൽ രസതന്ത്രം എന്നാണ്, രസതന്ത്ര ശാസ്ത്രം. അതിനാണ് ഇൽമുൽ കീമിയ, കെമിസ്ട്രി എന്നർത്ഥം. അപ്പൊ അതിൽ ആഴമുള്ള ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അയാളെ പറയലെ ആലിമുൽ കീമിയ എന്നാണ് അറബിയിലെ പ്രയോഗം. അതുപോലെ തന്നെ പിന്നെ സസ്യശാസ്ത്രം, അതിന് ഇൽമുൻ നബാത്ത് എന്നാ പറയുക, സസ്യശാസ്ത്രം. പിന്നെ ഇൽമുൽ ഇജ്തിമാഇയ്യ, സാമൂഹിക ശാസ്ത്രം. അപ്പൊ ഓരോന്നിലും ഇൽമ് വരുന്ന ആളുകൾക്ക് അതിന്റെ ആലിമ് എന്ന് പറയും. അങ്ങനെയാണ് ലോകത്ത് മുമ്പ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രേരകമായി തീർന്ന് ലോകത്തൊരുപാട് ശാസ്ത്ര ശാഖകൾ ഉണ്ടാക്കിയ പലരുമുണ്ട് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ അങ്ങനൊന്നും ഇല്ല, ആ മേഖലയിലേക്കൊന്നും ആരും കടന്നു വരുന്നില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. വരാൻ ആരും അനുവദിക്കാറുമില്ല. അങ്ങനെ പേരുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വേപ്പോട്ട് വരണ്ടപ്പ. അതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇബ്നു സീന, അവിസന്ന, വൈദ്യശാസ്ത്രം.
അൽ ബറൂനി ഭൂമിശാസ്ത്രം, അൽ ഖുവാരിസിമി അൽജിബ്ര, ഉമർ ഖയ്യാം ഗണിതശാസ്ത്രം, അബൂബക്കർ റാസി വൈദ്യശാസ്ത്രം, ഇബ്നു ഹൈസം ഒപ്റ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ലോകത്തിന് നേതൃത്വം നൽകുകയും ആ വിജ്ഞാനം ഈ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പ്രേരണ ഉണ്ടായി പ്രചോദനം ലഭിച്ച് ലോകത്തിന് സംഭാവന നൽകിയവരാ. ഇന്ന് അങ്ങനെയുള്ള വല്ലവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഏതായിരുന്നാലും അത്ര വലിയ സ്ഥാനമാണ് ഇൽമിനുള്ളത് ഇഹത്തിലും പരത്തിലും എന്ന് നാം തിരിച്ചറിയുക. നമുക്കറിയാം പ്രവാചകന്മാരാണ് ഇതിന്റെ ഹോൾസെയിലായി വന്നിട്ടുള്ള ആളുകൾ. ഏത്? വിജ്ഞാനത്തിന്റെ. കാരണം അവർക്ക് കിട്ടുന്ന വഹിയാണ്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആളാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. യാതൊരു സംശയമില്ല, ഏറ്റവും മികച്ചു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി പ്രവാചകത്വം അഥവാ റിസാലത്ത് അല്ലാഹു അവസാനിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടാണ് പോണത്. അത് മുറുകെ പിടിച്ചാൽ പിഴയ്ക്കുന്ന ഏർപ്പാടേ ഇല്ല, വഴി പിഴയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം പൂർത്തിയാക്കി. പ്രവാചകനിലൂടെ ഈ പ്രവാചകത്വത്തിന്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് അല്ലാഹു വിളംബരം ചെയ്തു. അപ്പൊ അതിനുശേഷം ഇനി ഒരു പ്രവാചകന്മാർ വരാത്ത സാഹചര്യത്തിൽ ആ ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഉത്തരവാദിത്വമാണ് അറിവുള്ളവർ ചെയ്യേണ്ടത്. അവർക്ക് പ്രവാചകനിൽ നിന്ന് ദീനാറോ ദിർഹമോ അനന്തരമായി കിട്ടിയിട്ടില്ല. വലം യരിസു വഅന്നൽ അംബിയാ ലം യൂരിസു ദീനാറം വലാ ദിർഹമൻ. പ്രവാചകന്മാർ തന്റെ പിൻഗാമികൾക്കായി സ്വർണവും വെള്ളിയും ഒന്നും അനന്തരമായി ഇട്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇന്നമാ വരിസുൽ ഇൽം. പ്രവാചകന്മാർ പിൻഗാമികൾക്ക് അനന്തരമായി നൽകിയത് അറിവാണ്. ആ അറിവ് പൂർണ്ണമായും ആർജിച്ചെടുക്കുന്നവനാണ് പൂർണ്ണമായ സൗഭാഗ്യത്തിന് ഉടമയായി മാറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നു. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വമാണ്. എന്താണ്? പ്രവാചകന്മാർ നിറവേറ്റിയ ദൗത്യം ഏതാണോ ആ ദൗത്യം. നേരത്തെ ആലിമോ ഉലമാന്റെ ഒക്കെ വിശകലനങ്ങൾ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അതെല്ലാ അർത്ഥത്തിലും കൊണ്ട് തന്നെ ആരാണോ ഇതിന് അറിവുള്ളവർ, ആ അറിവുള്ളവർ ആ ദൗത്യം, പ്രവാചകന്മാരുടെ ദൗത്യം നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. കാരണം സമൂഹത്തിന് ശരിയായ ദിശ കാണിച്ചു കൊടുക്കേണ്ടതും അവർ ഏതെങ്കിലും കാരണവശാൽ വഴിവഴിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ നേരായ വഴി കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഹൃദയം ചേർന്ന് ഇറങ്ങി നിൽക്കുകയും ചെയ്യേണ്ട ബാധ്യത ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, അറിവുള്ളവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൗർഭാഗ്യവശാൽ കൃത്യമായി കാര്യം ചെയ്യേണ്ട രംഗത്ത് വരുത്തുന്ന വീഴ്ചകൾ, തന്റെ ഉത്തരവാദിത്വം പ്രവാചകന്മാർക്ക് തുല്യമായ നിലയിൽ നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ ചൂഷണത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ഭാഗത്തേക്ക് തിരിഞ്ഞതോടുകൂടി സമൂഹത്തിന് ലഭിക്കേണ്ട ശരിയായ ദിശ ലഭിക്കാതെ പോയി എന്നുള്ളത് നമുക്കറിയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര രംഗങ്ങളിൽ ഒരുപാട് അഗ്രഗണ്യന്മാരായ ആളുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ നമുക്ക് എടുത്തു പറയാനുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നെ വിജ്ഞാനത്തിന്റെ രംഗത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ പോയി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുതരം യാന്ത്രികതയും ഒരുതരം പാരമ്പര്യവാദവും ഒക്കെയായി പോവുകയും പല രംഗങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്ത് അകന്നു പോവുകയും പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ ഈ ദിശയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആളുകൾ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദയെ പോലെയുള്ള, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് ഈ ദൗത്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അവരെ ആ ദിശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏത് രൂപത്തിലായിരുന്നാലും അന്ന് ലോകത്തെമ്പാടുമുണ്ടായ ആ ഒരു പിന്നോക്കത്തിന്റെ അവസ്ഥ നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആലോചിച്ച് നോക്കുക, ഒരു 100-100 വർഷം മുമ്പുള്ള കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു?
വിശ്വാസത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിനൊരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാവരും വിദ്യാഭ്യാസത്തിന് അങ്ങേയറ്റം ഊന്നൽ നൽകി എന്ന് മാത്രമല്ല, ചില ആളുകൾ വായ തുറക്കുമ്പോൾ വിഷം മാത്രം, വർഗീയ വിഷം മാത്രം ചീറ്റുന്ന ചില ആളുകൾ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ പോലും എന്താണ്, ഉന്നത കലാലയങ്ങളിൽ പോയി നോക്കിയാൽ വരുന്ന കുട്ടികളുടെ വസ്ത്രധാരണം നോക്കിയാൽ അറിയാം ആരാണ് ഏറ്റവും കൂടുതൽ അവിടെ പഠിക്കുന്നത് എന്ന് പോലും അസൂയയും വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് സംസാരിക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇന്ന് മുസ്ലിം ഉമ്മത്തിനുണ്ടായി. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിശേഷിച്ചു നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഈ പറഞ്ഞതുപോലെ ദീൻ മനസ്സിലാക്കി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തോടുള്ള ബാധ്യത യഥാവിധി നിറവേറ്റാൻ മുന്നോട്ട് വന്ന പണ്ഡിതന്മാരുടെ നേതൃത്വമാണ് സത്യത്തിൽ ഈ മാറ്റത്തിന് വഴിയൊരുക്കിയത് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം മദ്രസയായിരുന്നാലും സ്ത്രീ വിദ്യാഭ്യാസമായിരുന്നാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിരുന്നാലും ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏത് തരത്തിലുള്ള വിജ്ഞാനത്തിൽ നമുക്ക് അകന്നു നിൽക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിച്ചു. അപ്പൊ ആ രൂപത്തിൽ ഈ വിജ്ഞാന രംഗത്ത് നിന്നെല്ലാം തടഞ്ഞു നിർത്തപ്പെട്ട ഈ ഉമ്മത്തിനെ, മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാമുഖ്യവും ഖുർആന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ പ്രാധാന്യവും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു 100 വർഷം മുമ്പ് സംഘടിതമായ നവോത്ഥാന പ്രവർത്തനം ഈ ഉമ്മത്തിൽ, ഈ മുസ്ലിം കേരളത്തിൽ നടന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതി. ഇത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ അതിൽ ഒരുപാട് പലരുടെയും പങ്കുണ്ടാകാം. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്നവരുടെ പങ്കുണ്ട്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ, അതൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും വേണ്ട, ഈ ഉമ്മത്തിന് വിദ്യാഭ്യാസമേ വേണ്ട എന്ന് പറഞ്ഞു നിന്ന ഒരവസ്ഥയിൽ നിന്ന് അതല്ല, വിജ്ഞാന സമ്പാദനം നമ്മളുടെ നിർബന്ധമായ ബാധ്യതയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും വിദ്യ അഭ്യസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള മുസ്ലിം ഐക്യ സംഘവും അതിന്റെ പിന്നാലെ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രഥമ പണ്ഡിത സംഘടനയും എല്ലാം കൂടി രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ ഒരു ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. ഞാൻ അവസാന ഭാഗമായ അറിവിന്റെ പ്രാധാന്യത്തിന്റെയും അത് കൊണ്ടുള്ള ദൗത്യത്തിന്റെയും രൂപം ആമുഖത്തിൽ സൂചിപ്പിച്ചതിന് ശേഷം അവസാനമായി ഞാൻ സൂചിപ്പിക്കുന്നത്, ആ രംഗത്ത് പണ്ഡിതന്മാരുടെ ധർമ്മം നിറവേറ്റിക്കൊണ്ട് ഒരുപാട് പാളിച്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ട്, തിരുത്തപ്പെടേണ്ട വിഷയങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ശരി, കൃത്യമായ അവബോധത്തോടെ ഈ സമൂഹത്തിൽ ഈ അവബോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 100 വർഷമായി ഈ അവബോധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ പ്രവർത്തനങ്ങളെ അയവിറക്കുകയും അതിനുവേണ്ടി ഈ സമൂഹത്തിന് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിന്റെ ഒരു വാർഷിക 100ാം വാർഷികം ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച വൈകുന്നേരം നടക്കുകയാണ്. അതിൽ നിങ്ങളുടെ ഒക്കെ സഹകരണം ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. ഏക മനസ്സോടെ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തെ ഇനിയും മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഉറക്കിൽ നിന്ന് തട്ടി ഉണർത്തി ഇവിടെ എത്തിച്ചു, ഇനിയും ഉണരാൻ ആവശ്യപ്പെടേണ്ടതുണ്ട്. അതിന് കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനത്തിനായി യത്നിക്കാം. ഇൽമ് നേടി ആ ഇൽമ് കൊണ്ട് ഇഹത്തിലും പരത്തിലും നേട്ടങ്ങൾ കൈവരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നവരുടെ ഗണത്തിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ അരാജകത്വമില്ലാത്ത, അശാന്തിയില്ലാത്ത, സമാധാനപൂർണമായ
സ്വസ്ഥതയുള്ള ജീവിതമാണ്. അതിന് ഹാനി വരുത്തുന്ന നിലയിലുള്ള ഏത് തരത്തിലുള്ള നീക്കങ്ങളും ആ നീക്കങ്ങളോട് ആർക്കും യോജിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് ഇടയ്ക്കിടെ ഇങ്ങനെ പൊട്ടലുകളും ചീറലുകളും സ്ഫോടനങ്ങളും ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ അടുത്ത ദിവസം ഏറ്റവും അതീവ സുരക്ഷയുള്ള ഡൽഹിയിൽ റെഡ് ഫോർട്ടിന് സമീപം ഉണ്ടായ സ്ഫോടനം 13 മനുഷ്യജീവനുകൾ ഇല്ലാതെയായി. ആ 13 മനുഷ്യജീവനുകളിൽ മുസ്ലിം പേരുള്ളവരുണ്ട്, മുസ്ലിം പേരില്ലാത്തവരുണ്ട്. മുസ്ലിം പേരായാലും അല്ലെങ്കിലും ജീവൻ ഒരുപോലെയാണ് എല്ലാവരുടെയും. ഏതായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളായിരുന്നാൽ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ ആരാണ് എന്നുള്ളത്. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അതിങ്ങനെ എന്തുണ്ടായാലും ഏറ്റവും ആദ്യം അങ്ങനെ ഒരു പോക്ക് പോകും, പിന്നെ അവസാനം ഏറ്റവും യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു വരുമ്പോൾ വേറെ കോലത്തിൽ, അങ്ങനെ ഒരുപാടുണ്ട്. എങ്ങനെയാണ് നമുക്കാർക്കും അറിയില്ല. നമ്മളാരും അല്ലല്ലോ ഇത് അന്വേഷിക്കുന്നവരത് കണ്ടെത്തി ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതെ മാതൃകാപരമായ ശിക്ഷ നൽകുകയും ഈ നാട്ടില് സമാധാനത്തോടുകൂടി അരാജകത്വമില്ലാത്ത നിലയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അവിടെ ആര് ഏത് എന്ന് നോക്കിയിട്ട് ഊഹങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പിന്നെയും ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ. കാരണം ഈ ചാവേറുകളായി പോയി ചത്തൊടുങ്ങുക എന്നുള്ളത് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കാര്യമാണ് എന്ന് മുമ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ ഉള്ളത്. ഇനി നാളെ എന്താണ് പറയാൻ പോകുന്നത്, വരാൻ പോകുന്നൊന്നും എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. ഉള്ളതനുസരിച്ച് ഏതായിരുന്നാലും ശരി, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. തീവ്രവാദവും ഭീകരപ്രവർത്തനം ഒന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല എന്ന് എവിടെയും നമുക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷമുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള ശ്രമവും ഭരിക്കുന്നവരുടെയും ഭരണകൂടങ്ങളുടെയും നിയമപാലകരുടെയും അതോടൊപ്പം തന്നെ നീതി ന്യായ വ്യവസ്ഥകളുടെയും ഒക്കെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുക. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് തലത്തിലായിരുന്നാലും ശരി, ശരിയായ അന്വേഷണം നടത്തി, പഴുതടച്ച അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ പുറത്ത് കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് വന്നാലും ഇങ്ങനെ ഇസ്ലാമിന്റെ നേർക്ക് വിരൽ ചൂണ്ടി അത് തീവ്രവാദമാണ്, ഇത് തീവ്രവാദിയാണ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവരെന്നോ ഇതിൽ നിന്നും മാറിപ്പോകേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് അതിനോട് ആഡ് ചെയ്തുകൊണ്ട് സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് അർത്ഥത്തിലും എല്ലാ നിലയിലുമുള്ള സമാധാനപൂർണമായ ശാന്തി നിറഞ്ഞ ജീവിതം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിന് വിരുദ്ധമായി വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ഐക്യത്തോടും സ്നേഹത്തോടും ഒറ്റ മനസ്സോടും കൂടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തുണയ്ക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഐസിയുയിലും വെന്റിലേറ്ററിലും ഒക്കെ കഴിച്ചു കൂട്ടുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ല അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണെങ്കിൽ അവരുടെ ആഖിബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മരണം കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.